നിർമ്മൽ എബ്രഹാം കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നിർമ്മൽ എബ്രഹാം, ഒരു വലിയ ആശങ്ക ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത്, നമുക്ക് ചൈനയുമായി അത്ര നല്ല ബന്ധം കുറച്ചു കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ നടത്തി ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി നമ്മുടെ ലഡാക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പെട്രോളിങ്ങിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില ധാരണകൾ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചൈനയെ ക്ഷണിക്കുന്നു, ഷീ പോകില്ലായിരിക്കാം, പക്ഷേ ഹാൻ സിങ് പോകുന്നു. അമേരിക്ക ചൈന ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുമോ? എന്താണ് നിർമ്മൽ എബ്രഹാം അതിനെപ്പറ്റി കരുതുന്നത്? ഒന്നാമത്തെ കാര്യം, ചൈനയെ ക്ഷണിച്ചു എന്ന് പറയുന്നത് ഒരു അപരാധമായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഒരു US പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ ആണ്. അതിൽ അദ്ദേഹം എല്ലാ തരത്തിലുള്ള വേൾഡ് ലീഡേഴ്സിനെ ക്ഷണിക്കുന്നതാണ്. ശ്രദ്ധേയമായ കാര്യം, ഷീ ജിൻപിങ് പോയില്ല, അതിന് പകരം വൈസ് പ്രസിഡന്റിനെ വിടുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണേണ്ടതില്ല. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ടിക്ടോക്കിന്റെ ബാൻ എന്തുകൊണ്ട് ട്രംപ് ഡിലേ ചെയ്തു? കാരണം ട്രംപിന്റെ സമയത്ത് ടിക്ടോക്ക് അമേരിക്കയെ സ്പൈ ചെയ്യാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയ ആപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറെ വാദിച്ചിരുന്നു. എന്നാൽ ഇപ്പോ അത് മാറി അവർക്ക് അതിന്റെ ബാൻ ഡിലേ ചെയ്തത് ട്രംപ് തന്നെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ വാദിക്കാമെന്നല്ലാതെ ഒരു ക്ഷണം നടത്തിയത് കൊണ്ട് ചൈനയുമായിട്ട് അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അകലാനാണ് സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ടാരിഫ്സ് ഇമ്പോസ് ചെയ്ത് ചൈന എന്നും ഒരു ശത്രുവായിട്ട് തന്നെ അമേരിക്കയെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ഗുണം ചെയ്യും, ക്വാഡിന് അത് ഗുണം ചെയ്യും. അതേപോലെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അദ്ദേഹം ഏകദേശം പറയപ്പെടുന്ന 100+, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആദ്യ ദിനം തന്നെ പാസ്സാക്കും. ബ്ലാസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്നാണ് അമേരിക്കൻ പത്രങ്ങൾ എഴുതുന്നത്. അതെ, എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ട്രംപിന്റെ ഒരു രീതിക്ക് അദ്ദേഹം എപ്പോഴും ചരിത്രം എവിടെയെങ്കിലും കുറിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പം ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലും അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മൾ വർഷാവർഷങ്ങളായിട്ട് അമേരിക്കൻ രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒരു പ്രസിഡന്റ് വന്നിപ്പം ട്രംപ് 2016 മുതൽ 20 വരെ 220 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അദ്ദേഹം പാസ്സാക്കി. ബൈഡൻ വന്നപ്പോഴത്തേക്ക് ഇതിനെല്ലാം റിവേഴ്സ് ചെയ്തുകൊണ്ട് ഏകദേശം 170ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പാസ്സാക്കി. ട്രംപ് വരുമ്പോൾ ഇതിനെല്ലാം റിവേഴ്സ് ചെയ്തുകൊണ്ട് ഏകദേശം 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പാസ്സാക്കും. അതൊരു സാധാരണ കേസാണ്. മാത്രമല്ല, ഇപ്പം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ ഒക്കെ കാലഘട്ടം എടുത്താൽ, പക്ഷെ അത് വേൾഡ് വാറിന്റെ ഒക്കെ കാലഘട്ടമാണ്. അദ്ദേഹം 3700 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് പാസ്സാക്കിയിട്ടുള്ളത്. 3 ടേംസിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ. അന്ന് അത് പോസിബിൾ ആയിരുന്നു. പക്ഷെ എന്തായാലും ട്രംപിന്റെ കേസിൽ പോസിറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്തിരുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളൊരു ക്രൈസിസ് അദ്ദേഹം ഒരു പക്ഷെ തടഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷനും ബോർഡറും അദ്ദേഹം സെക്യൂർ ചെയ്യാൻ നോക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇല്ലാതാക്കാൻ നോക്കുന്നു. അതായത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം വരും, ബർത്ത് റൈറ്റ് ടൂറിസം എന്നൊരു സംഭവം തന്നെ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ ഒരു അമ്മ അവിടെ വന്ന് പ്രസവിക്കുകയാണെന്നുള്ളത്, അത് അവിടുത്തെ സിറ്റിസൺ ഒന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പൊ എന്റെ ഭാര്യ അവിടെ ചെന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അമേരിക്കൻ സിറ്റിസൺ ആയി ഓട്ടോമാറ്റിക്കലി. അതാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഫെയർ ആണ് എന്ന് ട്രംപ് വാദിക്കുന്നു. അതൊക്കെ അദ്ദേഹം തടയാൻ നോക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പേഴ്സണലി എതിർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാരീസ് ക്ലൈമറ്റ് അക്കോർഡ്, അവിടെ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നു. ബൈഡൻ കൊണ്ടുവന്ന EV മാൻഡേറ്റ്, അതിനെ മാൻഡേറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിൽ പോലും ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു മാൻഡേറ്റിന്റെ ആവശ്യമില്ല, പെട്രോൾ ഡീസൽ കാറുകൾ ഓടട്ടെ എന്ന് വാദിക്കുന്നു. സോ അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ ക്ലൈമറ്റ് അല്ലെ എൻവയോൺമെന്റൽ ബേസിസ് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. H1B വിസയുടെ കേസിൽ പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ടാണ് ഇത്തവണ ട്രംപ് നിലപാടെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം 25% അദ്ദേഹം സ്ലാഷ് ചെയ്തിരുന്നു H1B വിസാസിന്റെ എണ്ണം. എന്നാൽ ഇത്തവണ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്ലാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില സ്റ്റീവ് ബാനൻ പോലുള്ള അദ്ദേഹത്തിന്റെ പഴയ വൈറ്റ് ഹൗസ് സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ അവകാശപ്പെട്ടത് നമ്മൾ H1B വിസ തന്നെ ഇല്ലാതാക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാരന്റെ ജോലിയല്ലേ എടുക്കുന്നത്. 1/3 ശമ്പളവും മേടിച്ച് 3 ഇരട്ടി പണി ചെയ്യുന്ന ഇന്ത്യക്കാരനും ചൈനക്കാരനും റഷ്യക്കാരനും ഇവിടെ വന്ന് എന്തിനു പണി ചെയ്യുന്നു? അവരെടുക്കുന്നത് അവിടുത്തെ അമേരിക്കക്കാരന്റെ പൈസയല്ലേ, ജോലിയല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ട്രംപ് അതിനോടൊന്നും സത്യം പറഞ്ഞ് പ്രതികരിച്ചില്ല. മാത്രമല്ല, ഇലോൺ മസ്ക് കൂടെ വന്നു എന്നുള്ളൊരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് 5 മെഗാ ബിഗ് ടെക് കമ്പനികളൊക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പം കൂടുന്നു. സോ അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവർക്കൊക്കെ വേണ്ടതാണ് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്. അതുകൊണ്ട് H1B വിസയുടെ കേസിൽ ഒരു പക്ഷേ ട്രംപിന് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടൊരു നയമായിരിക്കാം ഇത്തവണ ഉണ്ടാകുന്നത്. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. പിന്നെ ഇന്ത്യയെ ഗുണം ചെയ്യുന്ന മറ്റൊരു കാര്യം, നാച്ചുറലി ഐഡിയോളജിക്കലി ട്രംപും മോദിയും റൈറ്റ് വിങ് ആണ്. അവർക്കെതിരാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റും ആയാലും ചൈനയാണെങ്കിലും ലിബറലിസ്റ്റും ആണെങ്കിലും ഇസ്ലാമിസ്റ്റും ഒക്കെ ആണെങ്കിലും ഏറെക്കുറെ ഇവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി നല്ലതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ക്വാഡും എനിക്ക് തോന്നുന്നു ചൈനയായിട്ടുള്ള എതിർപ്പ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യക്ക് നല്ലതാണ്. മാത്രമല്ല, H1B വിസയുടെ കേസിലും ഇപ്പോൾ നോക്കുമ്പോൾ ട്രംപ് വളരെ ലിബറൽ ആയിട്ടൊരു നയം എടുക്കുന്നു. അതും ഇന്ത്യക്ക് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.